ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പറയുന്ന കാരണം ഈ യുവതിയുടെ ഭർത്താവ് ഒരു BJP-കാരനാണ്. CPM-ഉം BJP-യും നിന്നുള്ള ഒത്തുകളി എന്ന രൂപത്തിലാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഈ യുവതിയുടെ മൊഴിയുടെ വിവരങ്ങൾ, FIR-ലെ വിവരങ്ങൾ വായിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അല്ല, രാഹുൽ മാങ്കൂട്ടം അയാളുടെ റൈറ്റ്സിന് വേണ്ടിയും അതുപോലെ തന്നെ ഇത് കേസ് തള്ളിപ്പോകാനുള്ള വാദങ്ങൾ ഉന്നയിക്കുമല്ലോ. പക്ഷേ ഒന്ന് രണ്ട് കാര്യം സ്മൃതി പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ഒരു പൊതുപ്രവർത്തകൻ വന്ന ഈ പൊതുരംഗത്ത് വന്നതിന് സംവൺ ഈസ് കെയറിങ്, സംവൺ കെയേഴ്സ് എന്നൊരു മറുപടി സമൂഹത്തിലുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. കാര്യം പൊതുസമൂഹം ശുചിത്വം പാലിക്കുക, പൊതുരാഷ്ട്രീയ പൊതുസമൂഹത്തിനൊരു ഹൈജീൻ ഉണ്ടായിരിക്കുന്നത്, ഇത് മാത്രമല്ല അഴിമതി, സ്വജനപക്ഷത, ഒരുപാട് കാര്യമുണ്ട്. ഇതിലൊക്കെ തന്നെ ശുചിത്വം ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു കാര്യത്തിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത് വളരെ പോസിറ്റീവ് കാര്യം. ഒരു പെൺകുട്ടി പരാതി കൊടുക്കാൻ വരികയും പരാതി ജെന്യുവൻ ആണെങ്കിൽ അതിനൊക്കെ നടപടി ഉണ്ടാവും എന്നുള്ളത് എന്തും ആശാവഹമായിട്ടുള്ള കാര്യം തന്നെ ഇതിന് സംശയമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ഇതുപോലുള്ള ഈ സ്ത്രീ പീഡകന്മാർക്ക്, ലൈംഗിക ചൂഷകർക്ക് ഒരുപാട് ഡിഫൻഡേഴ്സ് ഉണ്ടാവും. അവരൊക്കെ അത് നമുക്ക് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അതുകൊണ്ടല്ല പ്രശ്നം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡിനുള്ള മറുപടി ആവശ്യമുണ്ട്. അതേസമയം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അറിവുകളോ രാഷ്ട്രീയമായിട്ടുള്ള ഇതിൻ്റെ നിഗൂഢ ശാസ്ത്രമോ നമുക്കറിയില്ല. പക്ഷേ കേട്ടിടത്തോളം രണ്ട് കാര്യമുണ്ട്. ആദ്യം ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത്. ആ ഓഡിയോ ക്ലിപ്പിൽ മനസ്സിലാക്കുന്ന കാര്യം ഇതൊരു കൺസെൻഷ്യലായിട്ടുള്ള ബന്ധമായിരുന്നു, ഒരു സമ്മതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സമ്മതിയുള്ള ഒരു ലൈംഗിക ബന്ധം ഒരു കാരണവശാലും കുറ്റകൃത്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലുണ്ടായിരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഗർഭം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഗർഭചിത്രം എന്ന വാക്ക് തന്നെ വളരെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഫെമിനിസ്റ്റുകൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ഗർഭചിത്രം, എബോർഷൻ സ്ത്രീകളുടെ റൈറ്റാണ്. ഈ ഗർഭചിത്രം ഒരു വയലൻസിൻ്റെ സ്വഭാവം ഒന്നും കാണിക്കുക, ഗർഭം അഴിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ് പല ദേവികയെ പോലുള്ള ഫെമിനിസ്റ്റുകൾ ആവർത്തിച്ച് പറയുന്ന കാര്യം. അപ്പോൾ ഗർഭം അഴിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ കുറിച്ചായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്. അപ്പോൾ ഈ മെഗ്നൽ, നമ്മുടെ ബഹുമാനപ്പെട്ട രഞ്ജിത്ത് മാരാർ സാറിന് അറിയുണ്ടാവും. അപ്പോൾ ഈ MTP ആക്ടിലൊക്കെ കൃത്യമായിട്ട് പറയുന്നതനുസരിച്ചിട്ട് അതിൻ്റെ അകത്തൊരു ഇടപെടൽ നടത്തുകയോ സ്വാധീനിക്കുകയോ എബറ്റുകയോ ചെയ്യുന്ന ഒരു ക്രൈമല്ല. അപ്പോൾ ആ നിലയ്ക്ക് ആ ക്രൈം നിൽക്കില്ല. പക്ഷേ ഇവിടെ പരാതി മാറുകയും പരാതി ബലാത്സംഗത്തിലേക്കും ബലാത്കാരത്തിലേക്കും മാറുന്നതോടുകൂടി അതിൻ്റെ സ്വഭാവം മാറും. പക്ഷെ അപ്പോഴും ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പ്രതിയാണ്, സുഹൃത്ത് വഴി മരുന്ന് കൊടുത്തു. ഇതൊക്കെ ആ മൊഴിയിലുള്ളതാണ്. അതുള്ള ഒരു രാഹുലിന് ഡിഫൻസ് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ അകത്ത് ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ട ഒരുപാട് കാര്യം നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ സൗണ്ട് ക്ലിപ്പും തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ തെളിയിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കാര്യം എന്തായിരുന്നു ബന്ധം? കാര്യം ആദ്യഘട്ടത്തിൽ നമ്മൾ അറിയുന്ന കാര്യം ഇവർ തമ്മിലുള്ള ബന്ധം വളരെ സുതാര്യവും സ്നേഹപൂർണ്ണമായിരുന്നു. അതിൻ്റെ അകത്ത് ഏക പ്രശ്നം എന്ന് പറയുന്നത് ഗർഭവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അതിൻ്റെ അകത്ത് കേട്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിൽ നിന്ന് ആ ഡൈമെൻഷൻ, പക്ഷെ അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ വശമുണ്ട്, ഇല്ലാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് തന്നെയാണ് രാഷ്ട്രീയ വശം ഇതിൻ്റെ അകത്ത് കാണാതിരിക്കാൻ പറ്റില്ല. ആ രാഷ്ട്രീയ വശം എന്ന് പറയുന്ന സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇലക്ഷൻ്റെ മൂർധന്യ അവസ്ഥയിൽ തന്നെയാണ് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുക്കുന്നത്. ഈ പരാതി നേരത്തെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ചോദിച്ച പോലെ ഇങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. പരാതി ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ലൈംഗിക ചൂഷണം ഇതേ പരാതി എപ്പോൾ വേണമെങ്കിൽ കൊടുക്കാനും അവർക്ക് എന്താ പറയുക നിയമപരമായിട്ട് അവകാശമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ പ്രശ്നം നമ്മൾ കാണാതിരിക്കേണ്ട കാര്യം, അത് കേരള സ്വഭാവമായിട്ട് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുക്കുന്നത്. അത് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് പരാതി കൊടുക്കായിരുന്നു പരിസാരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ സ്വീകരിക്കുമ്പോൾ അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടിൻ്റെ സ്വഭാവമുണ്ട്. കാര്യം അതിനകത്ത് ഒരു രാഷ്ട്രീയവൽക്കരിക്കാനും ആ ആയുധമായിട്ട് ഉപയോഗിക്കാനും സ്വഭാവം ഇലക്ഷൻ്റെ സമയത്തുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് ഇടതുപക്ഷ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കാര്യം, എത്ര ഭരണനേട്ടത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ ശബരിമലയിലെ വൻകിട കൊള്ള ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് കേരളത്തിൽ വലിയ പ്രചാരമുണ്ട്. അത് മാധ്യമങ്ങളുടെ തലക്കെട്ടായിരുന്നു. ആ തലക്കെട്ട് മാറ്റുക എന്നുള്ള സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തലക്കെട്ട് എന്ന് ശബരിമല കൊള്ളാറിന് പത്മകുമാറടക്കം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാവുന്ന മന്ത്രിയുടെ അന്വേഷണം നടക്കാവുന്നു. അപ്പോൾ ആ തലക്കെട്ടിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം. ശബരിമല കേരളത്തിൽ എല്ലാ മനുഷ്യരും സ്വാധീനിക്കുന്ന കാര്യം. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം വേഴ്സസ് ശബരിമല വിഷയം വരെയാണ് ശബരിമലയ്ക്കായിരിക്കും ഒരുപക്ഷെ സ്വാധീനിക്കാൻ കൂടുതൽ സാധിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാര്യം അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. അപ്പോൾ ആ തലക്കെട്ട് നീക്കം ചെയ്യാവുന്ന രാഷ്ട്രീയ ആവശ്യം ആ ഭാഗത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആ സമയത്ത് അവരുടെ മുമ്പിൽ ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഈ ഒരു ഭാഗത്ത് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയം ഉപയോഗിക്കാൻ പറ്റുന്ന ആ രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിച്ചു. ആ രാഷ്ട്രീയം ഉപയോഗിച്ചതിന് സമൂഹം എങ്ങനെ കാണുന്നത് കണ്ട്. കാര്യം ഇത്ര കാര്യം ഉപയോഗിക്കുമ്പോഴും CPM-നെതിരെ പല ചോദ്യങ്ങളുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട DFI നേതാവ് പറയുന്നൊരു കാര്യം ശരിയാണ്, അവർക്ക് കോടതി ഒന്നുമില്ല. പക്ഷേ ചില നടപടികൾ നമ്മളുണ്ട്. ഇപ്പോൾ വേറെ വിഷയമാണ് പറയുന്നത്, ഞാൻ ഇതേക്കുറിച്ചല്ല ഇതിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി
TP വധക്കേസിലെ കുഞ്ഞനന്ദൻ കോടതി ശിക്ഷിച്ചാലും ഞങ്ങൾ ശിക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിക്ക് എല്ലാ കാര്യം വ്യത്യസ്ത നിലപാടുണ്ട്. പാർട്ടിക്ക് എന്ത് പരാതി വന്നാൽ ക്രിമിനൽ പരാതിയാണെങ്കിലും അത് ഔദ്യോഗികമായ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക പോലീസിൽ കൊടുക്കുന്നതിന് ചെയ്യുന്നത്. കാര്യം നമുക്കറിയാം ഈ പരാതി തന്നെ ഗ്രേഡ് ചെയ്യുന്നൊരു കമ്മീഷൻ പാലക്കാട് ഉണ്ടായിരുന്നു. പത്രങ്ങളൊക്കെ വായിച്ചാൽ അറിവ്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് പോയി അന്വേഷിച്ച പത്രങ്ങൾ വായിച്ച അറിവ് ഒരു ബഹുമാനപ്പെട്ട വളരെ സീനിയറുടെ നേതാവാണ് പീഡനത്തിൻ്റെ ഗ്രേഡ് ചെയ്തത്. കുറഞ്ഞ പീഡനം, കൂടിയ പീഡനം ഗ്രേഡ് നമുക്കറിയാം. അപ്പോൾ അപഹാസ്യമായിട്ട് പല കാര്യം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നിലപാടിൽ ഒരു സുതാര്യത ഉണ്ടായി ഞാൻ പറയും. രാഹുൽ മാങ്കൂട്ടത്തിന് പരാതി വരുമ്പോൾ അതിനെ തള്ളിക്കളയാനും അയാളെ പുറത്താക്കാനും ഒരു നടപടിയുണ്ട്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സഭ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പല വ്യത്യസ്ത ശബ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പ്രസിഡന്റ് പറഞ്ഞ അതേപോലെ ആവർത്തിക്കുന്ന ഒരു നേതാക്കളൊക്കെ വളരെ എക്കാലത്തും ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് അതിന് വ്യത്യസ്ത അഭിപ്രായം ഒരു പക്ഷേ ഒരേ നാട്ടുകാരെന്ന് അല്ലെങ്കിൽ അടൂർ പ്രകാശ് വ്യത്യസ്ത അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ കോൺഗ്രസ് അതിനകത്ത് നിലപാട് സ്വീകരിച്ചതിന് കാര്യം ഇയാൾ അകറ്റി നിർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രാഷ്ട്രീയമായിട്ടും ഒരു പൊതുരംഗത്ത് രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നം രാഷ്ട്രീയമായിട്ട് തന്നെയായിരിക്കും കേരള ചർച്ചയുമാണ്. ഇടതുപക്ഷത്തിനും ഇത് ധാർമ്മിക പ്രശ്നം ഇപ്പോൾ എത്ര സമരം നടത്തിയാലും, ഇത് ലൈംഗിക ചൂഷണത്തിൻ്റെ സമരം നടത്തിയാലും ഇത് രാഷ്ട്രീയമായി തന്നെയാണ് ഇത് വരാമാണ്. ഇപ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കാര്യം രാഷ്ട്രീയമായിട്ടാണ് ഇലക്ഷൻ ഉപയോഗിക്കപ്പെട്ടത്. അതിനുശേഷം അത് വിസ്മരിക്കപ്പെട്ടു പോയി. അതിനുശേഷം നമുക്കറിയാം ഉമ്മൻചാണ്ടി ക്ലീൻ ആയിട്ട് പുറത്തു വരികയും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുള്ള ഉമ്മൻചാണ്ടിയുടെ ഇമേജ് അതിനുശേഷം വർദ്ധിച്ചത് അദ്ദേഹം ജീവിച്ചതിനേക്കാളും വലിയ ഇമേജിലേക്ക് മാറി. നാളെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ സംഭവിക്കും എനിക്കറിയില്ല. പക്ഷേ അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള ശ്രമത്തിൻ്റെ അകത്തുള്ളതാണ് ഈ പരാതി കൊടുത്ത സന്ദർഭം നമ്മൾ കാണാതിരിക്കുന്ന അർത്ഥമില്ല. കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ പരാതി സ്വീകരിക്കുന്നവരുടെ കാര്യം ഇത്രയും കാലം ചർച്ച നടക്കുകയായിരുന്നു. എന്തായിരുന്നു ഈ കാലം? അതായത് ഇവിടെ ആരോപണവും രണ്ട് തരത്തിലാണ് ശ്രീ ദാമോദർ പ്രസാദ്. അതൊരു താരതമ്യം ശരിയാണെന്ന് തോന്നുന്നില്ല. ഇതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ആ ശബ്ദം അദ്ദേഹം നിഷേധിക്കുന്നില്ല, ബന്ധം നിഷേധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതന്നെ ഈ താരതമ്യം എന്നുള്ളത് ഈ സംഭവങ്ങൾ തമ്മിലെ താരതമ്യമല്ല പറയുന്നത്. അത് രണ്ടൊരു കാര്യമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടം ഇതിനോടുത്ത സമീപനം, ഒരു പൊതുപ്രവർത്തനങ്ങളുടെ സമീപനം വളരെ എന്താ പറയുക ഗുരുതരമായ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള സമീപനം ആദ്യം. ഹൂ കെയേഴ്സ്? അതാരും മറക്കില്ല. ഒരു പക്ഷേ അയാളുടെ വീഴ്ച ശരിക്കുള്ള പതനം ആരംഭിച്ച ആ ദിവസം ഈ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഒരു പൊതുപ്രവർത്തനയ്ക്ക് ദയവ് ചെയ്തിട്ട് പറയരുത്. അത് അയാളുടെ പതനം തുടങ്ങിയത് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഹൂ കെയേഴ്സ്? ആ ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു പൊതുപ്രവർത്തനം യോജിച്ചതല്ല. അന്നത്തെ ആ വീഴ്ചയിൽ നിന്ന് അയാൾ ഉയർന്നിട്ടില്ല. അത് മനസ്സിലാക്കി പറയാതിരിക്കുന്ന വൃത്തിയില്ല. പക്ഷേ അതിന് ഞാൻ പറയുന്നതിന് നിയമവശവും ഇത് രാഷ്ട്രീയ വശങ്ങളാണ്. നിയമവശത്തിൻ്റെ കാര്യത്തിൽ അത് കൂടുതൽ അന്വേഷണങ്ങൾ വിധേയമാവണം. കാര്യം ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. കാര്യം ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പോയിരിക്കണം. ആൻറ്റിസിപ്പേറ്ററി പോലെ ബെയിലിന് പോയ സമയത്ത് കോടതി സ്വഭാവമായിട്ട് ഇത്തരം കാര്യങ്ങളുടെ പിന്നെ പ്രാഥമിക മെറിറ്റിലെങ്കിലും നോക്കുമല്ലോ. ഈ പരാതി കൊടുത്ത സമയം നേരത്തെ അഡ്വക്കേറ്റ് കൃത്യമായി സൂചിപ്പിച്ചു പരാതി കൊടുത്ത സമയം. കാരണം ഈ പരാതി വൈകാനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യം പരാതി ഉണ്ടായിരുന്നില്ല. ഒരു തേർഡ് പേഴ്സൺ പരാതിയിലെ കേസ് ആരംഭിച്ചു. അപ്പോഴും സർക്കാരിനെ സംബന്ധിച്ചോളം രാഹുൽ മാങ്കൂട്ടത്തിനെയും UDF-നും പ്രതിസന്ധിയിൽപ്പെടുത്തുക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിസന്ധിപ്പെടുത്താനുള്ള കാര്യമാണ് തേർഡ് പേഴ്സൺ പരാതി. ഒരു പുതിയ നീക്കമായിരുന്നു അത്. അതിനുശേഷമാണ് ഇലക്ഷൻ്റെ തലേന്നാൾ വെച്ചാൽ ഒരു വളരെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ പരാതി വരും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് പ്രകടമായ സ്വഭാവമുണ്ട്. ആ രാഷ്ട്രീയമായ പ്രകട സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും കണ്ണടച്ച് നീട്ടാക്കാൻ ശ്രമിച്ചാലും ശബരിമല മാധ്യമ തലക്കെട്ടുനിന്ന് മാറ്റുക, ആൾക്കാരെ മനസ്സിൽ മാറ്റുക എന്നുള്ള. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു ഇതാണ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യത്തിന് ഇലക്ഷൻ പ്രതിഫലിക്കുന്നു നമുക്കറിയില്ല. പക്ഷേ അത് ശബരിമല ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.